നമസ്കാരം, ഭാരത് ടിവിയിലേക്ക് സ്വാഗതം. ഇ.പി. ജയരാജൻ, പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ വിവാദം ആളിക്കത്തുന്നതിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് നടക്കും. AKG സെന്ററിലാണ് യോഗം നടക്കുക. ഇ.പി. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ചേരുന്ന നിർണായക സെക്രട്ടേറിയറ്റ് പോളിംഗിന് ശേഷമുള്ള സ്ഥിതി അവലോകനം ചെയ്യും. മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ട് കണക്കുകൾ വിശദമായി പരിശോധിക്കും. 11 സീറ്റിൽ വരെ ജയസാധ്യത ഉണ്ടെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ഇ.പി. വിവാദം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചില്ല എന്നാണ് കരുതുന്നതെങ്കിലും വിഷയം പരിശോധിക്കുമെന്നും നേതാക്കളും വ്യക്തമാക്കുന്നു. എന്നാൽ കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കഴിയില്ല. എന്നാൽ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും ജയരാജനെ മാറ്റാൻ ഈ യോഗത്തിന് കഴിയും. ഇതിനിടെ ജയരാജൻ സ്ഥാനമൊഴിയുമെന്നും പാർട്ടിയിൽ നിന്നും അവധിയെടുക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട്. നേരത്തെയും ആരോഗ്യ കാരണങ്ങളാൽ ജയരാജൻ അവധിയെടുത്തിരുന്നു. എന്നാൽ അന്നും രാഷ്ട്രീയ വിവാദങ്ങളുടെ സമയത്തായിരുന്നു അതും. ഇന്നത്തെ യോഗത്തിൽ ഇ.പി.യും പങ്കെടുക്കുന്നുണ്ട്. തനിക്കെതിരെ ആരോപണങ്ങളെ ഇ.പി. നേരിട്ട് തന്നെ പ്രതിരോധിക്കും. തന്നെ ഒറ്റപ്പെടുത്തിയാൽ എല്ലാം തുറന്നു പറയുമെന്ന സന്ദേശം നേതൃത്വത്തിന് ഇ.പി. നൽകിയേക്കും. പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇ.പി. ജയരാജനെ വിമർശിച്ച് CPM രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഇ.പി.യെ തള്ളി രംഗത്തെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള തുറന്നു പറച്ചിൽ മുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ചുവെന്നാണ് CPIയുടെ ആരോപണം. വോട്ടെടുപ്പ് ദിവസം രാവിലെ ഇ.പി. കുറ്റസമ്മതം നടത്താൻ പാടില്ലായിരുന്നുവെന്നും CPI പ്രതികരിക്കുന്നു. ജയരാജൻ CPIM നേതാവ് മാത്രമല്ലെന്നും ഇടതുമുന്നണി കൺവീനർ കൂടിയാണെന്നും CPI വ്യക്തമാക്കി. ജാവദേക്കർ ഇ.പി. കൂടിക്കാഴ്ച CPMന്റെ ആഭ്യന്തര പ്രശ്നം മാത്രമല്ലെന്നും CPI അറിയിച്ചു. ഇത് സംബന്ധിച്ച് CPM നടപടിയെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ CPI നടപടി ആവശ്യപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം വിഷയം ഇന്ന് ചേരുന്ന CPM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയാകും. ഇ.പി. ജയരാജനെതിരെ യോഗത്തിൽ നടപടിയുണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ നടപടി വന്നാൽ BJP അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ജയരാജന്റെ മുന്നിലില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അവസാന ശ്രമമെന്ന രീതിയിൽ ഒരുപക്ഷെ ഇടതുപക്ഷം ഇ.പി.യെ നിലനിർത്താൻ ശ്രമിച്ചേക്കും. ഇത്രയും മുതിർന്ന ഒരു നേതാവ് BJPയിലേക്ക് പോകുന്നതിനെ പ്രതിരോധിക്കാൻ പിന്നീട് ഒരിക്കലും CPMന് കഴിയാതെയും വരും. CPM ചിലപ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും അസൗകര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നേരത്തെയും ഇതുപോലെ പ്രശ്നങ്ങളുണ്ടായ സമയത്ത്, വിവാദങ്ങളുണ്ടായ സമയത്ത് മാറ്റി നിർത്തിയതുപോലെ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സ്വയം രാജി എന്ന രീതിയിലേക്ക് മാറ്റി ചിന്തിക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കടുത്ത നടപടികളിലേക്ക് പോയാൽ തീർച്ചയായും അത് ഇ.പി. ജയരാജന് BJPയിലേക്കുള്ള വാതിൽ തുറക്കലാകും എന്നും CPM സംശയിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താവും നടപടി എന്ന് വ്യക്തമല്ലെങ്കിലും ഇടതുമുന്നണി കൺവീനർ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം.